പോലെ ദൈവം നിന്റെ പോയിന്റ് വരെ എത്തിക്കത്തില്ല. അതിനു മുൻപ് തൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് കർത്താവ് ദൈവം ഇറങ്ങേണ്ട സ്ഥാനത്ത് ദൈവം ഇറങ്ങും. ദൂതനെ അയക്കേണ്ട സ്ഥാനത്ത് ദൂതനെ അയക്കും. ദൈവ പൈതലിനെ അല്ലെങ്കിൽ ദൈവദാസനെ ദാസിയെ അയക്കേണ്ട സ്ഥാനത്ത് അതാത് വ്യക്തികളെ അയച്ചുകൊണ്ട് ദൈവം ഇന്നാളുകൾ നിന്റെ വേദന നിന്റെ കണ്ണീരൊപ്പുവാൻ ശക്തനായ ദൈവത്തെയാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ദൈവത്തിൻ്റെ നാവായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സഹോദര സഹോദരി, മക്കളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ വീണ്ടും തികച്ചു പറയാം. കോമഡി, ഏത് കോമഡി ആവട്ടെ, ഞാൻ ചാനലിൻ്റെ പേര് വേറൊന്നും പറയുന്നില്ല. ഒരു പക്ഷേ അല്പനേരത്തേക്ക് ചിലപ്പോൾ നിന്റെ വേദനയുടെ നടുവിൽ എങ്ങനെയുള്ള കോമഡി കേട്ടാലും ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്നതോ, ആ വേദനയേക്കാൾ നീ വേദനപ്പെടാതിരിക്കേണ്ടത് കാൽവരി ക്രൂശിന്മേൽ അവസാനത്തുള്ളി ചോര വരെ ഊറ്റിത്തന്ന ആ കർത്താവ് നീ സഹിക്കേണ്ട എല്ലാ വേദനയും സഹിച്ചു കഴിഞ്ഞു. നീ ഇനി വേദനപ്പെടേണ്ട കാര്യമില്ല. സഹോദര സഹോദരി, അമ്മമാരെ, പിതാക്കന്മാരെ, മാതാപിതാക്കന്മാരെ, മക്കളെ, നിങ്ങൾ വേദനപ്പെടേണ്ട കാര്യമില്ല. എന്തെല്ലാം എനിക്കിനി കഴിയത്തില്ല എന്ന നിലവാരത്തിൽ മദ്യപാനത്തിലെ മയക്കുമരുന്നാലും ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ, ഹാലേലൂയ. മരണം മതി ഇനി. ഞാൻ SLC തോറ്റുപോയല്ലോ, അല്ലെങ്കിൽ +2 തോറ്റുപോയല്ലോ, ഇനി ടീച്ചേഴ്സിൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളുടെ മുഖത്ത്, അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ മുഖത്ത്, ഗേൾ ഫ്രണ്ടിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് നിരാശയോടെ ബാത്റൂമിലും അവിടെയും ഇവിടെ ആത്മഹത്യയ്ക്ക് വേണ്ടി പിശാചിക ശക്തി നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഈ ലോകത്തിൽ നശിപ്പിക്കാൻ നോക്കുമ്പോൾ കർത്താവ് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ അത്രേ സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ് അവൻ എന്ത് ചെയ്തത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിൽ കടന്നു വന്നതെന്നുള്ള ആ യാഥാർത്ഥ്യം ഈ സമയം നീ മനസ്സിലാക്കുക. എപ്പോഴാണോ നീ സഹോദര, സ്നേഹിത, നീ ഈ ശബ്ദം കേൾക്കുന്നത്, അപ്പോൾ നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു? നിനക്ക് ജോലിയില്ലാത്ത അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത്? നിനക്ക് ഭാവിക്ക് വേണ്ടി തുണയില്ലാത്ത അനുഭവത്തിലാണോ? തുണ വന്നിട്ട് നിന്നെ ഉപേക്ഷിച്ച് പോയ അനുഭവത്തിലാണോ? അടുത്ത് വേറൊരു അനുഭവം നിനക്ക് ഉണ്ടാകുന്നില്ലയോ? നിരാശയാണോ? നീ കാത്തിരിക്കുക. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ലജ്ജിച്ചു പോകത്തില്ല. മനുഷ്യന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുന്നവൻ ഒരുപക്ഷെ ലജ്ജിച്ചു പോകും. മനുഷ്യൻ ചിലപ്പോൾ നിനക്ക് തരാമെന്ന് പറഞ്ഞ്, നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതെ ഒരുപക്ഷെ പറ്റിച്ചിരിക്കാം. നിന്നെ പറ്റിച്ച് കടന്നു പോകുന്ന, നിന്നെ മറികടന്ന് കടന്നു പോകുന്ന, നിന്റെ പുറത്തുകൂടി അപ്പുറം കടന്നു പോകുന്ന ദൈവമല്ല. നീ മുറിവേച്ച് കിടക്കുകയാണെങ്കിൽ നിന്റെ മുറിവ് അറിയാവുന്ന നിന്റെ അപ്പൻ, നിന്റെ സ്വർഗീയ പിതാവ്, നിന്നെ മാതാവിൻ്റെ ഉദരത്തിൽ സൃഷ്ടിച്ച പണിത ആ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ?